എന്താ അച്ഛാ? മോളിന്ന് നേരത്തെ വന്നോ? എന്തു പറ്റി നിനക്ക്? വയ്യാതെ കിടക്കാണെന്ന് അമ്മ പറഞ്ഞല്ലോ. ഒന്നുമില്ല അച്ഛാ, ഒരു തലവേദന. പനിക്കുന്നുണ്ടോ? ഏയ് ഇല്ലല്ലോ. ആ പിന്നെ കോളേജിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഫ്രണ്ട്സൊക്കെ എന്തു പറയുന്നു? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അച്ഛാ. ഓക്കെ, എന്നാ മോള് പോയി റെസ്റ്റ് എടുത്തു. ഒന്ന് മയങ്ങി ഉണരുമ്പോ ആശ്വാസം കിട്ടും. അപ്പു നിന്നെ കാണാൻ കോളേജ് വന്നിരുന്നോ? അത് അച്ഛൻ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞു. ഓ, അരുൺ വിളിച്ചു പറഞ്ഞായിരിക്കും അല്ലേ? അരുൺ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. അച്ഛാ, ഇത് ഭയങ്കര ബോറാണ്. കോളേജിൽ ഞാൻ ആരെയൊക്കെ കാണുന്നു, സംസാരിക്കുന്നു, എപ്പോ പോകുന്നു, വരുന്നു, അതൊന്നും അരുൺ മോണിറ്റർ ചെയ്യും അച്ഛനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. ഇങ്ങനാണെങ്കിൽ ഞാൻ നാളെ മുതൽ കോളേജിൽ പോവില്ല. അയ്യോ മോളെ, നീ ആ പാവത്തിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആക്ച്വലി ഇത് പറയാൻ വേണ്ടിയല്ല അരുൺ എന്നെ വിളിച്ചത്. നീ കോളേജിൽ ചെന്ന് തുടങ്ങിയതിൽ അരുൺ വളരെ ഹാപ്പിയാ. ആ സന്തോഷം അവൻ എന്നെ വിളിച്ചറിയിച്ചു. അതിലെന്താ കുഴപ്പം? അതില് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പു എന്നെ കാണാൻ വന്നതും ഞങ്ങൾ സംസാരിച്ചതും അയാൾക്ക് അച്ഛനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അതിലിത്ര രഹസ്യമാക്കി വെക്കാൻ എന്താ ഉള്ളത്? അതിലെന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷെ അച്ഛന്റെ ചോദ്യം എന്തോ ഒരു വലിയ കള്ളം കണ്ടുപിടിച്ച മട്ടിലായിരുന്നു. മാളു, തേ പറയുമ്പോ നിനക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തൊരു സ്റ്റുഡന്റ് ആണ് അപ്പു. ആ സ്ഥിതിക്ക് അവൾ കോളേജിൽ വരുന്നതും അവിടുത്തെ ഒരു സ്റ്റുഡന്റിനോട് അടുത്ത് ഇടപഴകുന്നതും ഒക്കെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പാളിനും ഒന്നും ഇഷ്ടമാകില്ല. വെറുതെ എന്തിനാ ഇനി നീ കൂടി അവരുടെ കണ്ണിലെ കരടാവുന്നത്? അപ്പു എന്നെ കാണാൻ വരുന്നത് ടീച്ചേഴ്സിനും പ്രിൻസിപ്പലിനും മാത്രമല്ല ഇഷ്ടമാവാത്തത്, ഇവിടെ ഉള്ളവർക്കും കൂടിയാ. പ്രത്യേകിച്ച് അച്ഛന്. അതല്ലേ സത്യം? മാളു, വേണ്ട അച്ഛാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇല്ലാതായപ്പോ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുക. അപ്പൊ ഞാൻ സൈലന്റ് ആവുമല്ലോ.